നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തുമൻ. തിരയലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തുമൻ. തിരയലങ്കരിച്ച പന്തലിൽ വന്നരുന്തരെ ജാഗ്രതി ദത്താമൃതത്തെ അരുൾ ചെയ്താചാരമേ എങ്ങു നിന്നെന്നും മോദത്തെ അരന്നു മരേരെന്നും മുതലേരെന്നും മോദത്തെ അതിനീഹ കാരണമേ എങ്ങനെ എന്നും മോദത്തെ അതു പൊഴുതായവര അറിയിച്ചപ്പോൾ മോദത്തെ വിധമിത നീ അറിക അരജൻ ചോഴൻ മോദത്തെ വിധി വിഷയം പ്രതിയ അടിയാർ വന്നു മോദത്തെ ഇടമതിൽ നിന്നരന നഴിക മുൻപേ മോദത്തെ ഇടമതിൽ നിന്നൊരു തകൃതി ചെയ്തെത്തി മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പഠിച്ചെമ്പുമിരുമ്പും മറ്റും പാല വക വേണ്ടും പണികൾ മഹിമയുടടിമകളെല്ലാം ചെയ്യും വിശ്വമിടങ്കഴിയായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ ആ തകതാ തകതാ തകതാതി ആ തികുതാ തികുതാ തികുതാതി ആ തകതാ
മാത്തോമാനും ശോഭിച്ചവരോട് ചൊല്ലുന്നു. എന്നാ നേരം മാത്തോമാനും ചൊല്ലി മനസ്സിലെന്ന്. ദിനമേറിയുള്ളവരും തീയോടേറ്റം തീണ്ടാതെ സിമ കൂടാതൊരു കൂട്ടം മൂർത്തു കേട്ടു കോപിച്ചു. കൊണ്ടു നീണ്ട മൂർച്ചക്കോലും വാങ്ങി നിന്നോണ്ടോങ്ങുമ്പോൾ ഭൂമിവാനും തേടിയോനെ കാണാറായി മുൻപാകെ. തിത്തത്തകുതത്തികുതാം തികുതകുതകുതു തികുതത്താങ്കൃ തിത്തത്താങ്കൃ തികുതത്താങ്കൃ തിത്തത്തത്താ തിത്താതിമൃതത്തീ. മനഗുണമുടയവൻ അരുളാൻ വാനവർ മൈമയോടെ എത്തിയ നഞ്ഞുടനെ മർഗല നെറുകെടും അതിനൊരു തേരതിൽ മംഗലമായവർ പുകീച്ചേർത്തിത്തെ കൈക്കൊണ്ടവരൊരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചെന്നവലക്ക് എഴുത്തിത്തെ കണ്ണയോടിതു വഴി ചൊൽവതിനഴകാൻ അങ്ങുമിങ്ങും മനം സുതുവരി ചെഴുത്തിത്തെ തൽകൊട് പൽവ കിന്നര മഴകാൻ നന്ദുണി ഇപ്പോൾ പലതരമേ തീത്തി തകര തീത്തി തകര തീത്തി തകര തീത്തിത്തെ നന്മ വിരമ്പക പലമൊഴിയൊരു ശ്രീ നന്ന വിലക്കോൾ പൊലമ്പീരെ തീത്തി തകര തീത്തി തകര തീത്തി തകര തീത്തിത്തെ ഉടമ്പിൽ നിന്നുയരെടുത്ത ആകാശേ ഉയരവനിരുപ്പിടം പുകീച്ചേ വച്ചേതനമിത് മക്കൾ മരുതിനെ മരളം വഴിച്ചു നടപ്പവരെ തീത്തി തകര തീത്തി തകര തീത്തി തകര തീത്തിത്തെ വൻപിനെ ഒഴിയെ പെരിയവരവഴന്തിനമുട് തേടി പുലരാമി തീത്തി തകര തീത്തി തകര തീത്തി തകര തീത്തിത്തെ തിത്ത തകര തികത്താം തികതക തകര തികത്താങ്കര തിത്തത്താങ്കര തികത്താങ്കര തിത്തത്താ തിത്താതിമൃതത്തേ. 1989 ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുന്നത്. പൗരോഹിത്യം സ്വീകരിച്ച എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് നിയമനം ഇതേ ദേവാലയത്തിൽ തന്നെ അസിസ്റ്റൻ്റ് വികാരിയായിട്ടായിരുന്നു. 1990 ഫെബ്രുവരി 1 തോമാപുരത്ത് അസിസ്റ്റൻ്റ് വികാരിയായി വരികയും 1 വർഷം കാലം ഇവിടെ അസിസ്റ്റൻ്റ് വികാരിയായി സേവനം ചെയ്തതിന് ശേഷം 1991 ഇവിടെ നിന്നും മാമ്പോയിൽ ഇടവകയുടെ പ്രഥമ വികാരിയായിട്ട് സ്ഥലം മാറിപ്പോവുകയും ചെയ്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ജൂബിലി വർഷത്തിൽ 2014 മെയ് 18 തോമാപുരം ഫൊറോന പള്ളി വികാരിയായിട്ട് ഞാൻ ചാർജ് എടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പൗരോഹിത്യ ജീവിതം ആരംഭിച്ചത് ഈ ഇടവകയിൽ നിന്നാണ്. ഇപ്പോൾ ഫൊറോന വികാരിയായിട്ട് സേവനം ചെയ്യുന്നതും ഈ ഇടവകയിൽ തന്നെയാണ്. ഒത്തിരിയേറെ സവിശേഷതകളുള്ള ഒരു ഇടവകയാണ് തോമാപുരം ഇടവക. 1944-45 കൂടി കുടിയേറ്റം ആരംഭിച്ച ഈ പ്രദേശം ഒരു കുടിയേറ്റ കേന്ദ്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 98% ക്രൈസ്തവർ വസിക്കുന്ന ഈ തോമാപുരം ഇന്ന് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒത്തിരിയേറെ നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഇടവകയുടേതായ എല്ലാ ഒത്തൊരുമയോടുകൂടിയും സംഘടനാ പ്രവർത്തനങ്ങൾ, ആത്മീയ പ്രവർത്തനങ്ങൾ ഇതെല്ലാം വളരെ ചിട്ടയായി തന്നെ ഈ ഇടവകയിൽ നടന്നു പോകുന്നുണ്ട്. 1200ഓളം കത്തോലിക്ക കുടുംബങ്ങൾ വസിക്കുന്ന ഈ ഇടവക തോമാപുരം എന്ന് പറയുന്ന ആ പേരിന് തന്നെ അർഹമാണ്. തോമാശ്ലീഹായെ പോലെ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി വന്ന ഈ ജനം ഇന്ന് ഒത്തിരിയേറെ ആത്മീയ അഭിവൃദ്ധി പ്രാപിച്ചവരാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഇവിടെ സേവനം ചെയ്യുന്ന ഞങ്ങൾ വൈദികർ 2 കൊച്ചച്ചന്മാരും ഞാനുമുണ്ട്. എപ്പോഴും നല്ല രീതിയിൽ ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി, ജനങ്ങളുടെ ആ സ്വാതന്ത്ര്യത്തോടുകൂടി എല്ലാ തരത്തിലും അവർ സഹകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇടവകയുടെ എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് പറഞ്ഞാൽ കൈക്കാരന്മാരുടെ നിസ്വാർത്ഥമായ സേവനം, അതുപോലെ കമ്മിറ്റിക്കാർ, അതുപോലെ ഇടവകയിലുള്ള ഭക്തസംഘടന പ്രവർത്തകരും എല്ലാം 100% അതിൻ്റേതായ പൂർണ്ണതയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് തോമാപുരം ഇടവകയിലെ വിശ്വാസ പരിശീലനമാണ്. വിശ്വാസ പരിശീലന രംഗത്ത് മതാധ്യാപകർ ഒത്തിരിയേറെ എഡ്യൂക്കേറ്റഡായുള്ള മതാധ്യാപകരാണ്. അവർ ഒത്തിരിയേറെ നല്ല ക്രിയാത്മകമായ പ്രോഗ്രാമുകൾ കൊണ്ടുവരികയും അവരിന്ന് നല്ല രീതിയിൽ ഈ തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും നല്ല സൺഡേ സ്കൂൾ എന്നുള്ള പദവിയിലേക്ക് ഈ തോമാപുരം സൺഡേ സ്കൂള് വളരുകയും ചെയ്തിട്ടുണ്ട്. ഈ തോമാപുരത്തിൻ്റെ കീഴിൽ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂള് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നഴ്സറി സ്കൂൾ മുതൽ LKG മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയും ഒത്തിരി നല്ല സ്റ്റാൻഡേർഡിൽ
ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കോർപ്പറേറ്റിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്കൂൾ എന്നുള്ള 6ാമത്തെ അവാർഡ്, തുടർച്ചയായി 6ാമത്തെ തവണയും അവാർഡ് ഈ സ്കൂളിന് അർഹമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈസ്കൂളിൻ്റെ കാര്യത്തിലും കോർപ്പറേറ്റീവിലെ 2ാം സ്ഥാനം ഇവിടുത്തെ ഹൈസ്കൂളിനാണ്. ബഹുമാന്യ സദസ്സിന് നമസ്കാരം. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത യേശുവിനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് ഞാൻ ഇന്നിവിടെ മോണോ ആക്ടായി അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണിമാരും കയ്യാഫാസ് എന്ന പേരായ പ്രധാന ആചാര്യന്റെ കൊട്ടാരത്തിൽ ഒത്തുകൂടി യേശുവിനെ ചതിയിൽപ്പെടുത്തി വധിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. യൂദാസ്, നീ നിന്റെ ഗുരുവിനെ ഞങ്ങൾക്ക് കാട്ടിത്തരണം. കയ്യാഫാസ്, യേശുവിനെ നമ്മൾ വധിക്കുന്നെങ്കിൽ അത് തിരുനാൾ ദിവസം പാടില്ല, ജനങ്ങൾ ബഹളമുണ്ടാക്കും. യൂദാസ്, ഞാൻ പറഞ്ഞതിനെ പറ്റി നീ ചിന്തിച്ചോ? കയ്യാഫാസ്, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? നീ നിന്റെ ഗുരുവിനെ ഞങ്ങൾക്ക് ഒറ്റിത്തരികയാണെങ്കിൽ ഞങ്ങൾ നിനക്ക് 30 വെള്ളി നാണയങ്ങൾ തരും. 30 വെള്ളി നാണയങ്ങൾ? എന്റെ ഗുരുവിനെ ഇവർക്ക് കാട്ടിക്കൊടുത്താൽ 30 വെള്ളി നാണയങ്ങൾ. പിന്നെ യൂദാസ് ഇവിടുത്തെ പ്രമാണിമാരിൽ ഒരാൾ. കയ്യാഫാസ്, ഞാനിതിന് സമ്മതിക്കുന്നു. യൂദാസ്, ഇതാ നിനക്കുള്ള 30 വെള്ളി നാണയങ്ങൾ. 30 വെള്ളി നാണയങ്ങൾ. 30 വെള്ളി നാണയങ്ങൾ. കയ്യാഫാസ്, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ് ക്രിസ്തു. നിങ്ങൾ പോയി അവനെ പിടികൂടണം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിൽ തന്റെ ശിഷ്യന്മാരോടൊപ്പം പെസഹ ആചരിച്ച യേശു അവരോട് പറഞ്ഞു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അതാ യേശു അവിടെയുണ്ട്. ഞാൻ പോയി അവനെ ചുംബിക്കും. നിങ്ങൾ അപ്പോൾ തന്നെ അവനെ പിടിച്ചുകൊണ്ടു പോകണം. ഗുരു സുസ്തി. യൂദാസേ, ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? വെള്ളി നാണയങ്ങൾ. 30 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആർ ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. കയ്യാഫാസ്, എനിക്ക് ഈ പണം വേണ്ട. ഞാൻ എന്റെ ഗുരുവിനെ ചതിയന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തു. ഈ ഭൂമിയിൽ ജീവിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. യൂദാസ്, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യമാണ്. എനിക്ക് പണം വേണ്ട. 30 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി, വെറും 30 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. പിശാചുക്കൾ, ചുറ്റും പിശാചുക്കൾ. എന്റെ ഗുരു ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് കുടിയേറ്റം നടന്ന ഒരു സ്ഥലമാണ് തോമാപുരം, ചിറ്റാരിക്കൽ. 1945 ആദ്യത്തെ കുടിയേറ്റക്കാരൻ തോമാപുരത്ത് കാലുകുത്തുന്നത്. തൈരളിപ്പാട്ട് തൊമ്മൻ ഔസേപ്പ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. 2 വർഷത്തോളം ഈ കാണിന മധ്യത്തിൽ അദ്ദേഹം കുടുംബവും ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടി.
1949 ആയപ്പോഴത്തേനും ഏതാണ്ട് 30ഓളം കുടുംബങ്ങൾ തോമാപുരത്ത് എത്തിച്ചേർന്നു. 1947 ഇവിടെ കുറച്ച് കുടുംബങ്ങൾ ആദ്യം വന്നെങ്കിലും അവരെല്ലാം പുറത്ത് താമസിച്ചിട്ടാണ് വന്നത്. 1949 ആയപ്പോൾ ഇവിടെ ചിറ്റാരിക്കാലിൽ തന്നെ മംഗലാപുരം രൂപതയ്ക്ക് വേണ്ടി കുറച്ച് സ്ഥലം വാങ്ങിച്ച് അത് നോക്കാൻ വേണ്ടി നീലേശ്വരം പള്ളിയുടെ വികാരിയായിരുന്ന ഫാദർ ജെറോം ഡിസൂസ എത്തിച്ചേരുകയുണ്ടായി. അദ്ദേഹം വന്നപ്പോൾ ആദ്യത്തെ കുടിയേറ്റക്കാരനെ കണ്ടുമുട്ടി. നല്ല ഇടയനായ അദ്ദേഹം ആ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം ഇടയ്ക്കിടയ്ക്ക് വന്ന് അവരുടെ വീട്ടിൽ ബലിയർപ്പിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഏതാണ്ട് 1949 ആയപ്പോഴത്തേനും വന്ന ആളുകളുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് പ്രായമായവരുണ്ടായിരുന്നു. ഒരു പള്ളിയല്ല സ്കൂളാണ് ആദ്യം വേണ്ടതെന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം അന്ന് 1ാം ക്ലാസ്സിൽ ചേർക്കാൻ പ്രായമായ കുട്ടികളെ നീലേശ്വരം സെൻറ്റ് ആൻസ് സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുകയും അവർക്ക് അവിടെ താമസത്തിനും ഭക്ഷണത്തിനും വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. 1949 തന്നെ അദ്ദേഹം ഇവിടെ ഒരു LP സ്കൂൾ ആരംഭിക്കുന്നതിനുള്ള അനുവാദം വാങ്ങിച്ചെടുത്തു. 49 ജൂൺ 20-ാം തീയതി 32 കുട്ടികളോടുകൂടി തുടങ്ങിയ ആ സ്കൂൾ ഇന്ന് ഒരു ഹയർ സെക്കൻഡറിയായി രൂപം പ്രാപിച്ചിരിക്കുന്നു. എത്രമാത്രം കുടിയേറ്റം അന്ന് വ്യാപകമായി വളർന്നു. സ്കൂള് ഈ 2 മുറികളുള്ള ഒരു മുറികളല്ല, 2 ക്ലാസ് മുറിക്കുള്ള വലിപ്പമുള്ള ഒരു ഷെഡ് കാട്ടുമരങ്ങൾ കൊണ്ട് പണിത് പുല്ലുമേഞ്ഞ് തറ തല്ലിമെഴുകി ആണ് സ്കൂൾ ആരംഭിച്ചത്. ഇതേ സ്കൂളിൽ തന്നെ വെഞ്ചരിപ്പ് കർമ്മം നടത്തി തോമാശ്ലീഹയുടെ രൂപം സ്ഥാപിച്ച് ആദ്യത്തെ പള്ളി സ്ഥാപിതമായി. 1955 വരെ ലത്തീൻ വൈദികരാണ് ഈ ഇടവകയെ ഭരിച്ചിരുന്നത്. ജെറോം ഡിസൂസയ്ക്ക് കൂടാതെ അസിസ്റ്റൻ്റുമാരായ ഫാദർ പീറ്റർ ലോബോ, ഫാദർ കുത്തിങ്ങോ, ഫാദർ റോബർട്ട് വിൻഡോ എന്നിവരും ഇവിടെ സേവനമനുഷ്ഠിച്ചു. 1955 ആയപ്പോൾ തലശ്ശേരി രൂപതയുടെ ഭാഗമായി തീർന്നു തോമാപുരം. അന്ന് ആദ്യത്തെ സുറിയാനി വൈദികൻ ഫാദർ ജോസഫ് മുളവരിക്കൽ ഇവിടെ നിയമിതനായി. അദ്ദേഹത്തെ തുടർന്ന് ഫാദർ ജോസഫ് കൊല്ലംപറമ്പിൽ വികാരിയായി ഇവിടെ ചുമതലയേറ്റു. ഇവിടെ ഒരു ഹൈസ്കൂൾ ആരംഭിക്കുന്നതിനുള്ള നടപടിയെടുത്തത് അദ്ദേഹമാണ്. തോമാപുരം മലബാറിൽപ്പെട്ടതായിരുന്നില്ല. മലബാർ ജില്ല കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ളതാണ്. തോമാപുരം കർണാടക സംസ്ഥാനത്തുള്ള മംഗലാപുരം ജില്ലയിൽപ്പെട്ടതായിരുന്നു. സൗത്ത് കാൻഡ്ര എന്നാണത് അറിയപ്പെട്ടിരുന്നത്. സൗത്ത് കാൻഡ്രയിലേക്കും മലബാറിലേക്കും കുടിയേറുന്നു എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഉറച്ച വിശ്വാസവും കഠിനാധ്വാനവും കൈമുതലായിട്ടുള്ള കുടിയേറ്റക്കാർ എല്ലാ ഭീഷണികളെയും നേരിട്ടുകൊണ്ട് റേഷൻ അരി പോലും കിട്ടാതിരുന്ന കാലത്ത് ഈ നാടിനെ സമ്പൽ സമൃദ്ധിയിലേക്ക് നയിച്ചു. ക്രിസ്തീയ വിശ്വാസത്തെ മുറുകെ പിടിച്ച അവർ നമ്മുടെ വിശ്വാസത്തെ പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ നാടിനെ സമ്പൽ സമൃദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. തോമാപുരം അടിയുറച്ച ദൈവവിശ്വാസികളുടെ നാടാണ്. 99% ക്രിസ്ത്യാനികൾ മാത്രമുള്ള ഒരു നാടാണ് തോമാപുരം.